കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGPയുടെ റിസൾട്ട് ഏതാണ്ട് ഡിസംബർ മാസം 30-ാം തീയതി യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തതാണ്. അന്ന് മുതൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്, സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം എപ്പോഴായിരിക്കും വരിക എന്ന്. നോട്ടിഫിക്കേഷൻ ഉടൻ വരും. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട്. FIUGPയുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് ഡിസംബർ മാസം 30-ാം തീയതി സർവകലാശാല വെബ്സൈറ്റിൽ വന്നു. എന്നാൽ അന്നു മുതൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയമാണ്, ഇനി സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം എന്നായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ ഏറ്റവും നിലവിലെ അപ്ഡേറ്റ് നോക്കുമ്പോൾ, സപ്ലിമെൻ്ററി പരീക്ഷയുടെ കാര്യത്തിൽ അതായത് നമ്മൾ എടുക്കുമ്പോൾ FIUGPയുടെ കാര്യമാണ്. കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ആയാലും അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും സപ്ലിമെൻ്ററി പരീക്ഷ 45 ദിവസത്തിനകം നടത്തണമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയൊരു സർക്കുലർ പറയുന്നത്. അതായത് FIUGPയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണം. ആ കണക്കിന് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫെബ്രുവരി മാസത്തോടെ തന്നെ എന്തുണ്ടാവും, സപ്ലിമെൻ്ററി പരീക്ഷ ഉണ്ടാകും എന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. ഫെബ്രുവരി മാസത്തോടെ എന്തായാലും സപ്ലിമെൻ്ററി പരീക്ഷ ഉണ്ടാകും. എന്നാൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എന്താണ്. ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ നിലവിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വ്യക്തതയില്ല. സാധാരണ 3 വർഷ ഡിഗ്രിയുടെ കാര്യം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെമസ്റ്റർ പരീക്ഷയിൽ സപ്ലി ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ സാധാരണഗതിയിൽ നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം അടുത്ത വർഷം മാത്രം, ഈ വർഷം സപ്ലി വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് 3 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുക. എന്നാൽ 4 ഇയർ വിദ്യാർത്ഥികൾക്ക് 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓർഡർ. അതിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, യാതൊരു വിവരങ്ങളും പ്രതിപാദിച്ചിരിക്കുന്നില്ല. അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ 4 ഇയർ വിദ്യാർത്ഥികൾക്ക് 1-ാം സെമസ്റ്റർ പരീക്ഷയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് സപ്ലി വരികയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ ഓർഡർ, സർക്കുലർ സഹിതമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്നാണ് മാത്രമാണ് നിലവിലുള്ള വസ്തുത. എന്നാൽ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് യാതൊരു തീരുമാനവും ആ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അന്നിറക്കിയ ആ സർക്കുലറിൽ പറയുന്നില്ല. ഇനി ഈ സപ്ലിമെൻ്ററി പരീക്ഷയോടൊപ്പം തന്നെ ഇംപ്രൂവ്മെൻ്റ് എക്സാമും നടത്തണമോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അതാത് സർവകലാശാലയായിരിക്കും. അതായത് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്തു, പറഞ്ഞു 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണം 4 ഇയർ വിദ്യാർത്ഥികൾക്ക്. അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത്, ഒരു വർഷം കാത്തിരിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾ മറന്നു പോവുകയും എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരും. അതേസമയം നിങ്ങൾ 3rd സെമസ്റ്റർ എക്സാം എഴുതേണ്ട ടൈമും കൂടിയാണ് ആ ടൈം. ആ സമയമായിരിക്കും സാധാരണഗതിയിൽ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കൂടി ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് തന്നെ ഒരു വർഷം പഠിച്ച കാര്യം, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിച്ചിറങ്ങി കഴിഞ്ഞു, ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൻ്റെ ക്ലാസ് നിങ്ങളുടെ കോളേജുകളിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇനി എപ്പോൾ നിങ്ങൾ സപ്ലി എഴുതിയാലും ഇനി നിങ്ങൾ സ്വന്തമായി വായിച്ച് പഠിച്ച് മാത്രമാണ് എഴുതാൻ സാധിക്കുക. കോളേജിൽ നിന്നും നിങ്ങൾക്ക് യാതൊരു ക്ലാസ്സോ ലഭിക്കുകയില്ല. നിങ്ങൾക്ക് ആ തന്ന നോട്ട് മാത്രമാണ് നിങ്ങൾക്ക് ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വൈകുന്നിടത്തോളം പഠിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾ മറന്നു പോകാനുള്ള സാധ്യത കൂടുന്നത് മുന്നിൽ കണ്ടാണ് 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്താനുള്ള തീരുമാനം ഉണ്ടായിരുന്നത്. എന്നാൽ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആ സർക്കുലറിൽ യാതൊരു വിവരങ്ങളും പ്രതിപാദിച്ചിരുന്നില്ല. എന്നാൽ സർവകലാശാലകളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കുക. അതായത് കേരളത്തിലെ പ്രമുഖ സർവകലാശാലകളായ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഈ 4 യൂണിവേഴ്സിറ്റികളാണല്ലോ ഇപ്പോൾ 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടന്നത്. അപ്പോൾ നമുക്ക് ഈ സപ്ലിമെൻ്ററി പരീക്ഷ എന്തായാലും 45 ദിവസത്തിനകം ഉണ്ടാകുമെന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. ഒരു ഫെബ്രുവരി മാസത്തോടെയൊക്കെ എന്തായാലും സപ്ലിമെൻ്ററി പരീക്ഷ ഉണ്ടാകും.
എന്നാൽ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടാകുമോ എന്നുള്ളത് എങ്ങനെയാണ് അറിയുക? അത് നമുക്ക് സർക്കുലർ വന്നാൽ മാത്രമാണ് പറയാൻ സാധിക്കുക. അതായത് ഇപ്പോൾ സപ്ലിമെൻ്ററി എക്സാം വിളിക്കുമ്പോൾ എന്ത് ചെയ്യുമല്ലോ, ഒരു സർക്കുലർ എന്തായാലും അതിനോടൊപ്പം കാണും. ആ സർക്കുലറിലായിരിക്കും ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രതിപാദിക്കുക. അതായത് ഇമ്പ്രൂവ്മെൻറ്റുകാർക്ക് ഇത്തവണ, അതായത് സപ്ലിക്കാരോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ അവസരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് സർക്കുലർ വന്നാൽ മാത്രമാണ് പറയാൻ സാധിക്കുക. അല്ലാതെ 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ എന്നൊരു ഉത്തരവ് ഉണ്ടെങ്കിലും ആ സർക്കുലറിൽ, ആ ഉത്തരവിൽ, അതായത് 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്നുള്ള ആ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സർക്കുലറിൽ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും പ്രതിപാദിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ വസ്തുത. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ ഉടൻ വരും. അത് വരുമ്പോൾ വിദ്യാർത്ഥികളിലേക്ക് അറിയിക്കാൻ അത് വിദ്യാർത്ഥികളിലേക്ക് നമ്മൾ വീഡിയോ രൂപത്തിൽ അറിയിക്കും. അത് നിങ്ങൾക്ക് അതാത് സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാനും രജിസ്ട്രേഷൻ സമയങ്ങൾ മിസ്സായി പോവാതിരിക്കാനും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് അതാത് സമയത്ത് എത്തിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മൈ നെയിം ഈസ് കരീദ, ഫൗണ്ടർ ഓഫ് കരിയർ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.